ഒരു ഡോക്ടറാവുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ ഫൈറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. ഡൽഹിയിൽ പോയ ആളുകൾ പ്രൊട്ടസ്റ്റ് ഇരിക്കുന്നു, പല പല പ്രശ്നങ്ങൾ. ഈ വീഡിയോയിലെ കഥ ആക്ച്വലി മെഡിസിനെ പറ്റി മാത്രമല്ല, ജീവൻ രക്ഷിക്കുന്ന സിസ്റ്റങ്ങളെ പറ്റി കൂടിയാണ്. ആളുകൾ വിശ്വസിക്കുന്ന ഒരു മെഡിക്കൽ സീറ്റ് നേടിയെടുക്കുന്നതാണ് ഏറ്റവും പാടെന്ന്. അവർ ഈ കാണുന്ന സ്വപ്നത്തിനൊരു പ്രൈസ് ഉണ്ടെന്ന് അവരോട് ആരും പറഞ്ഞിട്ടില്ല. ഈ സ്വപ്നത്തിനെ തന്നെ ഒരു ബിസിനസ് ആയിട്ട് പല ആളുകളും കാണുന്നുണ്ടെന്നുള്ള സത്യം അവരോടാരും പറഞ്ഞില്ല. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് രക്ഷപ്പെടുന്നവരിൽ പലരും നമ്മുടെ നാട് വിട്ട് പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഞങ്ങൾ കോർട്ട് ജഡ്ജ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, ഗവൺമെന്റ് പോളിസീസ്, സിസ്റ്റത്തിനകത്തുള്ള പലരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം ഇങ്ങനെ വർക്ക് ആവുന്നത്, എവിടെയാണ് ഇത് ബ്രേക്ക് ആവുന്നത്. ആൻഡ് ഒരു ദിവസം ഞാൻ പ്രൈം മിനിസ്റ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഞാനിത് റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കുട്ടികളും ഈ ലോകത്തേക്ക് വരുന്നത് ആയിരക്കണക്കിന് പോസിബിലിറ്റീസ് ആയിട്ടാണ്. പക്ഷേ ഇവരുടെ വളർച്ചയുടെ വഴിയിൽ ഒരു ഡ്രീം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി അത്ര പാടൊന്നുമല്ല മനസ്സിലാക്കാൻ എന്തുകൊണ്ടെന്ന്. ഡോക്ടേഴ്സ് ആളുകളുടെ ജീവിതം രക്ഷിക്കും, ഒരുപാട് റെസ്പെക്ട് ഉണ്ട്, സ്റ്റെബിലിറ്റി, ഒരു പർപ്പസ് ഉണ്ടാവുന്നുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ ജനറേഷൻസ് ആയിട്ട് ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്ന ഒരു കരിയർ മാത്രമല്ല, അത് ആക്ച്വലി ഒരു ഹോപ്പ് കൂടിയാണ്. എന്റെ സിസ്റ്റർ ഇതേ ഫീൽഡാണ്. അപ്പൊ പിന്നെ ആളിങ്ങനെ ആളുടെ ഫസ്റ്റ് ഇയർത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. പിന്നെ കുറച്ചുകൂടി എന്താ പറയാ, ഹീലിംഗ് പ്രൊഫഷനാണ് പറഞ്ഞ പോലെ. സത്യം പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കാരണം കുഞ്ഞിനെ തൊട്ട് ഈ സാധനമാണ് കേൾക്കുന്നത്. അപ്പം മനസ്സിലതങ്ങനെ ആയി. അപ്പൊ ഡോക്ടർ ആവണം, ഇങ്ങനെ ആ ഒരു സാധനമായി. ശരീരത്തെ ഇപ്പം ബോഡിയെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹമാണ്. ഈ ഒരു മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇഞ്ചുറീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൊഫഷന് ഒരു വാല്യൂ ഉണ്ട്. ഇതിലൂടെ ആൾക്കാർക്ക് കിട്ടേണ്ട കുറച്ച് നന്മകളുണ്ട്. അത് നമ്മൾ ഈ ഒരു പ്രൊഫഷനിലൂടെ തന്നെ കിട്ടുള്ളൂ. പഠിക്കുന്ന കാര്യമാണെങ്കിൽ കുറച്ച് ടഫാണ്. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഇനിയിപ്പോ ഏത് മെഡിക്കൽ പ്രൊഫഷൻ എടുത്താൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യാണല്ലോ സമൂഹത്തോട്. നമ്മുടേതായ കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ ഇഷ്ടമാവുന്നുണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് എൻ്റെ വീട് കുറച്ച് കണ്ണൂരാണ്. അപ്പൊ എനിക്ക് ലീവ് കിട്ടില്ല പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക ഫീല് അവരങ്ങനെ മീൻസ് അവർക്ക് ഒരു ആ ഒരു ട്രസ്റ്റിൽ അവർ പിടിക്കുന്ന ആ പിടിയുടെ ഒരു ഫീല്, അതൊരു പ്രത്യേക ഫീലുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണം നല്ലതുപോലെ. ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിന് വേറെ ഒന്നിനോട്ടും പോകാൻ എനിക്ക് താല്പര്യമില്ല. വേറൊരു ഫീൽഡിൽ കിട്ടിയാലും ഈ ഒരു ഫീൽഡിലോട്ട് വരണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഒറ്റ സ്വപ്നം ലക്ഷക്കണക്കിന് ഫാമിലീസ് കാണുകയാണ്. പയ്യെ ഈ സ്വപ്നം കുട്ടിയുടേതായിട്ട് മാറും, കുട്ടിയുടെ ഐഡന്റിറ്റി ആയിട്ട് മാറും. ഓരോ മാർക്കും അവരുടെ സെൽഫ് വെർത്തുമായിട്ട് അഡ്ജസ്റ്റ് ആവും. കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന തന്നെ റാങ്ക് ആയിരിക്കും. മൊത്തത്തിൽ പറഞ്ഞ ഡെഫിനിഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത് പലരുടെയും ജീവിതത്തിൽ ഒരു വൈറ്റ് കോട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എല്ലാ സ്വപ്നങ്ങൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുണ്ടാവും. ചില സ്വപ്നങ്ങൾക്ക് അത് സാക്രിഫൈസ് ആയിരിക്കും, ചിലത് നമ്മളിൽ നിന്നൊരു പ്രൈസ് ഡിമാൻഡ് ചെയ്യും. എല്ലാ ഡ്രീമിനും ഒരു പ്രൈസ് ഉണ്ട്. ഈ ഡ്രീമിന് നമ്മൾ എന്ത് പ്രൈസാണ് കൊടുക്കാൻ പോകുന്നത്? എന്തായാലും പൈസ കണക്കിൽ മാത്രം നമുക്ക് ഇത് എഴുതി കളയാൻ പറ്റില്ല. ഒരുപാട് സമയം ഇതിൽ ഇൻവോൾവ് ആണ്. കാരണം ഡോക്ടർ ആവണം എന്നുള്ളൊരു തീരുമാനം ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോഴേ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. കോച്ചിങ് ക്ലാസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. പല കുട്ടികൾക്കും ഒരു അറ്റംപ്റ്റിൽ ഇത് കിട്ടണമെന്നില്ല. ഒരു മെഡിക്കൽ കോളേജിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് കുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ പല വർഷങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ജേണി ഒരിക്കലും ഇവർ ഒറ്റയ്ക്ക് നടന്നു കയറുന്നതൊന്നുമല്ല. എല്ലാ കുട്ടികൾക്ക് പിന്നിലും അവരുടെ ഫാമിലി അതേ സ്വപ്നം സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കാറുണ്ട്. കോച്ചിങ് ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ട്രാവൽ, ബുക്സ്, മോക്ക് ടെസ്റ്റ്, ഇതിനുണ്ടാവാവുന്ന എല്ലാ ചെലവുകളും ഫാമിലി ഏറ്റെടുക്കും. ഒറ്റ പ്രതീക്ഷയിൽ ഒരു ദിവസം അവരുടെ കുട്ടിക്ക് ഒരു MBBS സീറ്റ് കിട്ടും. ഒരു കുട്ടിക്ക് കിട്ടുന്ന ഓരോ മാർക്കിലും പാരന്റ്സിന്റെ ഈ സാക്രിഫൈസ് നമുക്ക് ഒരിക്കലും എഴുതി കളയാൻ പറ്റില്ല. നമുക്ക് വിലയിടാൻ പറ്റാത്ത, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. കുട്ടികളും പാരന്റ്സും സാക്രിഫൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്, ഒരു റാങ്കിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്കോറിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിന് വേണ്ടി. പല കുട്ടികൾക്കും സ്വപ്നത്തിൽ തുടങ്ങിയത് അവരുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുകയാണ്. വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ തോക്കുക എന്ന് പറയുന്നത് ഇവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. എന്തായിരിക്കും സംഭവിക്കുക? ഇവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത വർഷങ്ങൾക്ക് ഇവരെ വിശ്വസിച്ച് സാക്രിഫൈസ് ചെയ്ത പാരന്റ്സിന് എന്തായിരിക്കും സംഭവിക്കുക? ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കുന്ന സമയം കുട്ടികൾ എന്തായിരിക്കും ചെയ്യുക? എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഫാമിലീസ് ഇതേ സെയിം ആയിട്ടുള്ള എക്സ്ട്രോർഡിനറി സാക്രിഫൈസുകൾ ഒരു ഡ്രീമിന് വേണ്ടി ചെലവാക്കാറുണ്ട്. ഇവരെല്ലാവരും ഇതിനുള്ള പ്രൈസ് പേ ചെയ്യാൻ റെഡിയാണ്. സ്റ്റിൽ ഇവർ ഇത്രയും സാക്രിഫൈസ് ചെയ്താലും 90% ആളുകൾക്കും ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. എന്തുകൊണ്ടായിരിക്കും? വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുന്നത്.
നമ്മളിപ്പോൾ കണ്ടു ഫാമിലീസ് ആക്ച്വലി ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ റെഡിയാണെന്ന്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ, വർഷങ്ങൾ നീണ്ടിരിക്കുന്ന സാക്രിഫൈസ്, എല്ലാം ഒരു സ്വപ്നത്തിന് വേണ്ടി. പക്ഷേ സാക്രിഫൈസ് ഒരിക്കലും ഒരു MBBS സീറ്റ് ഗ്യാരണ്ടി ചെയ്യത്തില്ല. കാരണം ഈ ഡ്രീമിനും വൈറ്റ് കോട്ടിനും ഇടയിലായിട്ട് ഒരു ബോട്ടിൽ നെക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആരുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാ വർഷവും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരു എക്സാമിന് വേണ്ടി ഇരിക്കാറുണ്ട്, നീറ്റ്. ഇതാണ് ഗേറ്റ് വേ. 2017 11 ലക്ഷം സ്റ്റുഡൻസ് ആണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 7 വർഷത്തിന് ശേഷം അത് 24 ലക്ഷം കടന്നു. ഒരു ഡെക്കേഡ് പോലും ആവുന്നതിന് മുമ്പ് ഈ സ്വപ്നം കാണുന്ന കുട്ടികളുടെ എണ്ണം ഡബിളായി. നീറ്റിന് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരാൾ ഡോക്ടർ ആവണമെന്നില്ല. എത്ര പേര് ക്വാളിഫൈ ആവുന്നു? 2024 13 ലക്ഷം സ്റ്റുഡൻസ് ആണ് നീറ്റ് ക്വാളിഫൈ ആയത്. ഇതെന്ന് പറയുന്ന ആയിരക്കണക്കിന് കോളേജുകൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള സ്റ്റുഡൻസ് ഓൾറെഡി ആയി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളപ്പോൾ ചിന്തിക്കേണ്ട എത്ര കുട്ടികൾ മെഡിക്കൽ കോളേജിൽ കയറി എന്നുള്ളതാണ്. അതേ വർഷം 2024 ഇന്ത്യക്ക് 1.25 ലക്ഷം സീറ്റുകൾക്കും താഴെയായിരുന്നു ആ വർഷം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം നീറ്റ് പാസ്സായ 10 കുട്ടികളിൽ 9 പേർക്ക് സീറ്റ് കിട്ടുന്നില്ലായിരുന്നു. അയ്യോ, ബാക്കി എല്ലാവരും എവിടെ പോയെ? ചില ആളുകൾ ഡെന്റിസ്ട്രി ചൂസ് ചെയ്തു, ചില ആളുകൾ ആയുഷ് കോഴ്സുകൾ എടുത്തു, ചില ആളുകൾ നഴ്സിംഗും പല ഹെൽത്ത് സയൻസുകളും പഠിക്കാൻ റെഡിയായി, ചില ആളുകൾ 1 വർഷം കൂടെ പഠിക്കാൻ റെഡിയായി, ചില ആളുകൾ ഇന്ത്യ വിട്ട് പുറത്തു പോയി പഠിക്കാൻ റെഡിയായി, ചില ആളുകൾ ആക്ച്വലി ഈ സമയം അവരുടെ ഡ്രീംസ് വിട്ടു. ഞാനിപ്പോൾ പറഞ്ഞ ആർക്ക് വേണോ മനസ്സിലാക്കാമല്ലോ, പക്ഷേ ഈ എക്സ്പ്ലനേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. കാരണം ഇന്ത്യക്ക് ട്രൂലി ഒരുപാട് ഡോക്ടേഴ്സിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇവരെ ട്രെയിൻ ചെയ്യേണ്ട സ്ഥലങ്ങൾ കൂടുതൽ ഉണ്ടാക്കാത്തത്? നമ്മളൊക്കെ വിചാരിക്കുന്നതിലും പാടാണ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. സ്കൂളുകളിൽ ക്ലാസ് റൂംസ് ആഡ് ചെയ്യാറുണ്ട്, കോളേജിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആഡ് ചെയ്യാറുണ്ട്. മെഡിക്കൽ കോളേജിന് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? ഇതിന്റെ ഉത്തരം ഓരോ മെഡിക്കൽ സീറ്റും ഒരു ക്ലാസ് റൂമിന്റെ ഒരു കസേര മാത്രമല്ല, അഡീഷണൽ വരുന്ന ഓരോ സീറ്റിനും നമ്മൾ വിചാരിക്കുന്നതിലും വലിയ കാര്യങ്ങൾ അത്യാവശ്യമാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് വേണം, പഠിപ്പിക്കുന്ന ഹോസ്പിറ്റലുകൾ വേണം, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് വേണം, ലബോറട്ടറീസ് വേണം, എക്യുപ്മെന്റ്സ് വേണം, പേഷ്യൻസ് വേണം, ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വേണം, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അപ്രൂവൽ ഇവർക്ക് വേണം. മെഡിസിനിലേക്ക് വരുന്ന സമയത്ത് ഓരോ സീറ്റും റെപ്രസെന്റ് ചെയ്യുന്ന വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്ലാനിങ്ങും വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുമാണ്. ഒരു വലിയ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റമാണ് ഇതിന് ചുറ്റിനും ഉണ്ടാക്കി വെക്കേണ്ടത്. ആൻഡ് ഇന്ത്യനെ മെച്ചപ്പെടുത്തുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആക്ച്വലി സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ആയിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ 51,000 സീറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അത് 1.25 ലക്ഷമായിട്ട് മാറി. മെഡിക്കൽ കോളേജസിന്റെ എണ്ണവും ഡബിൾ ആയി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആക്ച്വലി ഇത്രയും ഡോക്ടേഴ്സിന് ആവശ്യമാണോ? കാരണം നമുക്ക് ആക്ച്വലി ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് സിംപ്ലി ബിക്കോസ് ഒരുപാട് പേര് ഇതേ സെയിം ഡ്രീം കാണുന്നുണ്ടായിക്കൂടെ? പക്ഷെ ചിലപ്പോൾ ഇനഫ് ഇല്ലെങ്കിലോ നമ്മൾ ഈ പറയുന്ന ബോട്ടിലിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ചോദ്യമായിട്ട് മാറും. നമ്മൾ എങ്ങനെ ആയിരിക്കണം ഒരു കൺട്രിയിൽ ഇത്ര ഡോക്ടേഴ്സ് വേണമെന്ന് മെഷർ ചെയ്യുന്നത്? സർപ്രൈസിംഗ്ലി ഇതിന്റെ ഉത്തരം നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ അത്ര സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. വർഷങ്ങളായിട്ട് ന്യൂസ് പേപ്പേഴ്സ്, റിപ്പോർട്ട്സ്, ഡിബേറ്റ്സ്, പൊളിറ്റിക്കലി പല ആളുകളും സെലിബ്രേറ്റ് ചെയ്തൊരു നമ്പർ ഉണ്ട്, 1000 ആളുകൾക്ക് ഒരു ഡോക്ടർ. അവർ പറയുന്നത് അത് WHO സ്റ്റാൻഡേർഡ് എന്നാണ്. പക്ഷെ ഞങ്ങളുടെ ടീം ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WHO ഒരിക്കലും ഒഫീഷ്യലി അങ്ങനെ ഒരു നമ്പർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ആ നമ്പർ ആക്ച്വലി വന്ന വേറൊരു സോഴ്സ് എന്നാണ്. ഇന്ത്യയുടെ തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വിഷൻ ഡോക്യുമെന്റിലാണ് നമ്മളത് കണ്ടുപിടിച്ചത്. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ആളുകൾ പറയുന്ന WHO സ്റ്റാൻഡേർഡ്. പക്ഷെ ഒരിക്കലും ഈ സ്റ്റേറ്റ്മെന്റ് ഈ ബെഞ്ച് മാർക്കിനെ റോങ് ആക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ ഡെയിലി കേൾക്കുന്ന നമ്പേഴ്സ് പോലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഈ നമ്പർ റീച്ച് ആവുക മാത്രമല്ല അത് സർപ്പാസ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഹെൽത്ത് റിസർച്ചിന്റെ കൺക്ലൂഷൻ ആയിട്ട് പല സോഴ്സുകളും ഡിസഗ്രി ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഈ കാൽക്കുലേഷൻ തന്നെ ഡിബേറ്റബിൾ ആണ്. കാരണം എല്ലാ രജിസ്റ്റേർഡ് ഡോക്ടറിനെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചില ഡോക്ടേഴ്സ് റിട്ടയർഡ് ആയിട്ടുണ്ടാവും, ചില ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, ചില ആളുകൾ പ്രാക്ടീസ് ചെയ്യണമെന്നേ നിർബന്ധമില്ല. ഈ കാൽക്കുലേഷനിൽ നമ്മൾ പല മെഡിക്കൽ സിസ്റ്റത്തിലുള്ള പല പ്രാക്ടീഷണേഴ്സിനെ കൂടി ആഡ് ചെയ്യണം. ആക്ച്വലി ഇതിന് ഒരിക്കലും ഒരു കംപ്ലീറ്റ് അഗ്രിമെന്റിൽ ആരും വന്നിട്ടില്ല. ഇത് ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന ഒരു ആക്റ്റീവ് ഡിബേറ്റ് ആണ്, സെറ്റിൽ ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു നമ്മൾ ആക്ച്വലി റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നും ചോദിക്കുന്നത്. കാരണം നമുക്ക് പേപ്പറിൽ ഇത്രയും ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമുക്ക് അത്യാവശ്യം. ഒരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ ചിലപ്പോൾ വേറൊരു സ്റ്റേറ്റിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ചില ആളുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും, ചില ആളുകൾ ഇന്ത്യ വിട്ട് തന്നെ പോകാറുണ്ട്. നമ്മുടെ യഥാർത്ഥ ചോദ്യം എന്ന് പറയുന്നത് എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതല്ല, അവരെവിടെയാണെന്നുള്ളതാണ്. ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഹാർഡസ്റ്റ് ജേർണീസിൽ ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇവിടം വിട്ട് പോകുന്നത്? ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ ആരും ഇവിടം വിട്ട് പോയില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ചിലർ പോയി ഡോക്ടർ ആയതിനു ശേഷം. അവിടെയാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള കഥകളാണെന്ന്. പക്ഷെ അല്ല, ഇതിന്റെ ഡീപ്പറിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാൻ പറ്റി. ഇന്ത്യയിലുള്ള പല ഡോക്ടേഴ്സ് UK, ഓസ്ട്രേലിയ, ജർമ്മനി, പല ഗൾഫ് കൺട്രീസിലേക്ക് പോയി. ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻ ആണ്, പക്ഷെ ഒരേ തീരുമാനമാണ്. ഇത് സംഭവിച്ചത് ഒരു ഹോസ്പിറ്റലിലോ ഒരു സിറ്റിയിലോ ഒരു സ്റ്റേറ്റിലോ അല്ല, ഇത് രാജ്യം മൊത്തം ആക്ച്വലി സംഭവിച്ചു. UK നാഷണൽ ഹെൽത്ത് സർവീസിന്റെ റിപ്പോർട്ട് പ്രകാരം 15,000-ന് മേളിൽ ഡോക്ടേഴ്സിന്റെ പ്രൈമറി ക്വാളിഫിക്കേഷൻ നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മുടെ റിസർച്ചും സജസ്റ്റ് ചെയ്യുന്ന അത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, നഴ്സുമാർ പോകുന്നുണ്ട്. നമ്മൾ ഒരു ഉത്തരം പ്രതീക്ഷിച്ചു, നമുക്കൊരു ഡസൺ ഉത്തരങ്ങൾ കിട്ടി.
ചിലർ ടെക്നോളജിക്ക് വേണ്ടി പോയി, ചിലർ ബെറ്റർ കരിയർ ഗ്രോത്തിന് പോയി, ചിലർ സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസിന് പോയി, ചിലർ പൈസയ്ക്ക് പോയി. ചില ആളുകൾ പൈസ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത പല റീസണിലാണ് ഇവിടെ വിട്ടുപോയത്. നമ്മളെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ കണ്ടുപിടിച്ച പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവരും പുറത്തു പോയതിന്റെ റീസൺ എന്ന് പറയുന്നത് പോസിബിലിറ്റി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വേറൊരു ചോദ്യം വരുന്നത്. എല്ലാ ആളുകളും ഈ സ്ഥലം വിട്ടു പോവാണെങ്കിൽ ഈ സ്ഥലത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ഡോക്ടർ നമ്മുടെ സ്ഥലം വിട്ട് പോകുന്ന സമയം നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു സിംഗിൾ പേഴ്സൺ ആണെന്ന്. ഒരു പാസ്പോർട്ട്, ഒരു സൂട്ട് കേസ്, ഒരു ഫ്ലൈറ്റ്. പക്ഷെ ഒരിക്കലും ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല പോകുന്നത്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, പഠിപ്പിച്ച ടീച്ചറിന്റെ ട്രെയിനിങ്, അവർ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന പേഷ്യൻസ്, ഇവിടുത്തെ ഫാമിലീസ് എടുത്ത ഓരോ സാക്രിഫൈസും, ഓരോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇവർ പോകുമ്പം ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂടെ കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ആൻഡ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ഇപ്പോഴും റീപ്ലേസ്മെന്റിന് ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് പോലും ഇവിടെ MBBS സീറ്റ് കിട്ടുന്നില്ല. എല്ലാ വർഷവും ഡോക്ടർമാർ ഇവിടെ നിന്ന് പൊക്കോണ്ടേയിരിക്കുന്നു. ഡോക്ടേഴ്സ് എല്ലാവരും നമ്മുടെ നാട് വിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒരു മെഡിക്കൽ സീറ്റിന് ഇപ്പോഴും കോടികൾ വില വരുന്നത്? ഒരു സാധനം നമുക്ക് കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ അതിന് ആളുകൾ ആക്ച്വലി കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കാൻ റെഡിയാണ്. ഗോൾഡ്, ഡയമണ്ട്, ലാൻഡ്, ഇവരെല്ലാം സെയിം പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. സ്കെയർസിറ്റി എഡ്യൂക്കേഷനിൽ എൻ്റർ ചെയ്ത് എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് ഒരു MBBS സീറ്റിന്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അഡ്മിഷന്റെ റൂട്ടാണ്. ഗവൺമെന്റിന് സബ്സിഡൈസ് ആയിട്ടുള്ള ഒരു ഫീ ഉണ്ട്, മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്, NRI സീറ്റ് ഉണ്ട്, ലക്ഷങ്ങൾ തൊട്ട് കോടികൾ വരെ വില വരുന്നുണ്ട്. ഡിഗ്രി സെയിം ആണ്, ക്ലാസ് റൂം സെയിം ആണ്, പഠിക്കുന്ന കാര്യങ്ങളും സിമിലർ ആണ്. പേഷ്യന്റിന് അറിയത്തോലുമില്ല ഒരു ഡോക്ടർ എത്ര രൂപ കൊടുത്ത് പഠിച്ചിട്ടാണ് പണിയെടുക്കുന്നതെന്ന്. എന്താണ് ഈ പ്രൈസിന് ഡിഫറന്റ് ആക്കുന്നത്? നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. ആരാണ് ഇതിൽ ബെനിഫിറ്റ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി റൂമേഴ്സ് നോക്കുന്നില്ലായിരുന്നു, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ ഫോളോ ചെയ്തത് കോർട്ടിന്റെ ജഡ്ജ്മെന്റ്സ്, ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻസും, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സും, പല ഒഫീഷ്യൽ റെക്കോർഡ്സും ആണ്. ആൻഡ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ച ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ഇൻസിഡന്റ് അല്ല, ഒരു സീരീസ് ഓഫ് ഡോക്യുമെന്റഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അതും പല സ്റ്റേറ്റുകളിൽ ഇത് നടന്നതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിഫറെന്റ് മെത്തേഡ്സും ആണ്. ഇതെല്ലാം പല പല കഥകളാണെങ്കിൽ ഇതെല്ലാം റിവോൾവ് ചെയ്യുന്ന ഒറ്റ കാര്യത്തിലാണ്, സ്കെയർസിറ്റി. എന്തെങ്കിലും ഒരു കാര്യത്തിന് വാല്യൂ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ആക്ച്വലി അതിന് കോമ്പീറ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ചില ആളുകൾ ആ സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ 3 എക്സിബിറ്റ് കാണിക്കാൻ പോവാണ്, എങ്ങനെയാണ് ഈ സിസ്റ്റത്തിനെ ആളുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. എല്ലാ ഇൻവെസ്റ്റിഗേഷനും ഒരു പാറ്റേൺ കാണുമല്ലോ. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പാറ്റേൺ അങ്ങനെ ഹിഡൻ ഒന്നുമല്ല. 2025 സുപ്രീം കോർട്ടിൽ വെച്ചിട്ട് സീറ്റ് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു റാങ്ക് ഹോൾഡർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏതൊരു ഗവൺമെന്റ് കോളേജിലും അലോട്ട്മെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടും. ആ സീറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ വേണമെങ്കിലും സീറ്റ് ഹോൾഡ് ചെയ്യാം. പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ ആ സീറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അറേഞ്ച്മെന്റ് വൈസ് വേറൊരാൾക്ക് ആ സീറ്റ് പോയി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അലോട്ട്മെന്റ് എല്ലാം കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജിൽ സീറ്റുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കുട്ടികൾക്കും പല വ്യക്തികൾ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ആ സീറ്റ് അവരുടെ നിന്ന് മേടിച്ചതായിട്ട് കോർട്ട് ഡോക്യുമെന്റ്സ് നമുക്ക് കാണാൻ പറ്റി. ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് 400 കോടിക്ക് മുകളിൽ അൺഅക്കൗണ്ടഡ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെന്നാണ് കോർട്ട് കണ്ടുപിടിച്ചത്. ഇത് ആക്ച്വലി സിഗ്നിഫിക്കന്റ് ആണ്. കാരണം സ്കെയർസിറ്റി എവിടെ ഉണ്ടോ അവിടെ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് നമുക്ക് മാനിപ്പുലേഷൻ നടത്താൻ പറ്റും. ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സർട്ടൻ സീറ്റ്സ് റിസർവ് ചെയ്യാറുണ്ട് സ്പെസിഫിക് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട്. ഇന്ത്യക്ക് പുറത്ത് റിസൈഡ് ചെയ്യുന്ന നോൺ റിസൈഡിംഗ് ആയിട്ടുള്ള ഇന്ത്യൻസിന്, എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പേപ്പറിൽ നോക്കുന്ന സമയത്ത് ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന വേറെ ഡിഫറെന്റ് റീസണിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതിലും ചില ആളുകൾ അവസരം കണ്ടു. ഈ എലിജിബിലിറ്റി തന്നെ കോർട്ട് സ്ക്രൂട്ടനിക്കും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഭാഗമാവുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള NRI ഡോക്യുമെന്റ്സ്, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്സ്, സ്പോൺസേഴ്സിന്റെ ഐഡന്റിറ്റി റീസൈക്കിൾ ചെയ്തിരിക്കുന്നു അഡ്മിഷൻ നടക്കുന്ന സമയത്ത്. ഇത് മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല സ്റ്റേറ്റുകളിലായിട്ട് നടന്നിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്താണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജെനുവൻലി ഡിസർവിംഗ് അല്ലാത്ത കാൻഡിഡേറ്റ്സ് പോലും പൈസയുടെ ഗുണം കൊണ്ട് റിസർവ്ഡ് ആയിട്ടുള്ള ഈ സീറ്റുകൾ ഫോൾസ് ഡോക്യുമെന്റേഷൻ വഴി അവർക്ക് ആ സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഇതിലും പേടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EWS സർട്ടിഫിക്കറ്റ് പോലും ഫ്രോഡും മിസ്റെപ്രസെന്റേഷനും വഴി ഇവർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിൽ പോലീസ് ആക്ച്വലി FIR രജിസ്റ്റർ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ച്വലി അവരുടെ അഡ്മിഷൻസ് റിവോക്ക് ചെയ്തിട്ടുണ്ട് വെരിഫിക്കേഷന് ശേഷം. ഇവർ ഫോർസ് ചെയ്ത ഓരോ ഡോക്യുമെന്റും റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ വർക്ക് മാത്രമൊന്നുമല്ല, ഒരാൾക്ക് കിട്ടേണ്ടിയിരുന്ന സീറ്റാണ്. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ കോളേജും പ്രൂവ് ചെയ്യണം അവർ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ കേപ്പബിൾ ആണെന്നുള്ളത്. അവരുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഫംഗ്ഷണൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്, യഥാർത്ഥത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്, പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഇതിന്റെ റെഗുലേറ്ററിനാണെന്നുള്ളത് ഇവർ പ്രൂവ് ചെയ്യണം. ഈ ഇൻസ്പെക്ഷൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്രൂവൽസ് ഡിനൈ ചെയ്യാൻ പറ്റും, സീറ്റിനെ കുറയ്ക്കാൻ പറ്റും, റെക്കഗ്നിഷനെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പ്രോസസ്സിൽ ഇൻസ്പെക്ഷൻ ആണ് ഫൈനൽ സേഫ് ഗാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി അതിലും ഒരു ക്രാക്ക് കണ്ടുപിടിച്ചു. 2025
CBI രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒഫീഷ്യൽസ് ഉണ്ട്, അസസേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരെ ഉണ്ട്. ഒരു വലിയ നെറ്റ്വർക്ക് ഈ ഇൻസ്പെക്ഷനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. പൈസയ്ക്ക് വേണ്ടി FIR കൊടുത്തിരിക്കുന്ന ഇൻസ്പെക്ഷന് മുമ്പ് തന്നെ ഇവർക്ക് ഈ ഇൻസ്പെക്ഷനെ പറ്റിയിട്ടുള്ള ലീക്ഡ് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സമയം കൊടുത്തു അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇൻസ്പെക്ഷൻ ഡേക്ക് വേണ്ടി. അവരെന്ത് ചെയ്തു? അവര് ടെമ്പററി ഫെസിലിറ്റീസ് ഫാക്കൽറ്റീനെയും കൊണ്ടുവന്നു, ബയോമെട്രിക്സിൽ മാനിപ്പുലേഷൻ നടത്തി, ഡമ്മി പേഷ്യൻസിനെ വരെ കൊണ്ടുവന്നു. അവര് എന്തിന്? കംപ്ലയൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇൻവെസ്റ്റിഗേഷനെ ഫോളോ ചെയ്ത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ റെഗുലേഷൻ അനൗൺസ് ചെയ്തു. അസസേഴ്സിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും അപ്രൂവൽസിനെ ക്യാൻസൽ ചെയ്യാനും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. നമ്മൾ ആക്ച്വലി ചോദിക്കേണ്ട വേറൊരു ചോദ്യമാണ്, ഇൻസ്പെക്ഷനെ തന്നെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കുന്ന സാധനത്തിന് ആരാണ് സേഫ് ഗാർഡ് ചെയ്യുന്നത്? സ്കെയർസിറ്റിയാണ് ഇവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് വാല്യൂ പൈസയെ അട്രാക്ട് ചെയ്ത്, പൈസ ഇൻഫ്ലുവൻസിനെ അട്രാക്ട് ചെയ്തു. എവിടേക്കാണോ ഇൻഫ്ലുവൻസ് ട്രാൻസ്പെറൻസിയെ കാട്ടി പവർഫുൾ ആയത് അവിടെയൊക്കെ ട്രസ്റ്റ് പോയി. ഈ വീഡിയോയിൽ ഇത്രയും നേരം നമ്മൾ ഒരു വില്ലനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ നമുക്ക് ആക്ച്വലി ഒരു കറപ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കണ്ടുപിടിക്കാൻ പറ്റി. ഡോക്യുമെന്റേഷനിൽ തന്നെ ലൂപ്പ് ഹോൾസ് ഉള്ള സിസ്റ്റം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ഫൈനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടായി. പല തരത്തിലുള്ള റെഗുലേറ്ററി ഫെയിലിയേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഈ സിസ്റ്റത്തിൽ ആളുകളുടെ ഡെസ്പറേഷൻ എവിടെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ഇത് നടക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ പ്രൊഫഷൻ ഉള്ള പോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള വേറൊരു പ്രൊഫഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാടാണ് കണ്ടുപിടിക്കാൻ. കാരണം ഒരു ഡോക്ടർ ഒരാളുടെ അസുഖം മാത്രമല്ല മാറ്റുന്നത്. അവർ ചിലപ്പോൾ ഒരു കുട്ടീനെ ആയിരിക്കും നോക്കുന്നത്, ചിലപ്പോൾ ഒരു അമ്മേനെ ആയിരിക്കും, ചിലപ്പോൾ ചിലരുടെ ഫ്യൂച്ചറിനെ ആയിരിക്കും, ചിലപ്പോൾ ചില ആളുകളുടെ അവസാന ഹോപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് കുട്ടികൾ ഒരു എക്സാമിന് പോയിരിക്കുന്ന സമയത്ത് ഈ എക്സാമിനേഷന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ആരാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആവാൻ കേപ്പബിൾ എന്നുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആരാണ്? ഞാൻ റാങ്കിന്റെ ബേസിലൊന്നും അല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച അവരെന്താണ് എക്സ്ട്രോർഡിനറി ആക്കിയത് നിങ്ങളുടെ മനസ്സിൽ? അവരുടെ ബയോളജി സ്കോർ ആണോ? അവർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എത്ര പെട്ടെന്ന് സോൾവ് ചെയ്തെന്നുള്ളതാണോ? അതോ അവര് നിങ്ങളുടെ പ്രശ്നം കേട്ട രീതിയാണോ? കാമായിട്ട് നിന്ന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണോ? എക്സാം എല്ലാം കഴിഞ്ഞിട്ടും പിന്നും അവർ പഠിക്കാനായിട്ടുള്ള അവരുടെ ത്വരയാണോ? മെഡിസിൻ തീർച്ചയായിട്ടും ഒരു മെമ്മറി ഗെയിം തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ ജഡ്ജ്മെന്റ് ഇൻവോൾവ് ആണ്, ക്യൂരിയോസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, എത്തിക്സ്, ഹ്യൂമിലിറ്റി, കറേജ്, റിസൈലൻസ്, കമ്പാഷൻ. ഇതെല്ലാം കൂടിയാണ് ഒരു ഡോക്ടറിനെ ഡോക്ടർ ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഒരാളാക്കി മാറ്റുന്നത്. ഈ ക്വാളിറ്റീസ് ആണ് ഒരു ഡോക്ടറിനെ ഡോക്ടർ ആക്കുന്നതെങ്കിൽ ഒരു എക്സാമിനേഷൻ ആക്ച്വലി ഇത് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ നീറ്റ് എക്സാം തീർച്ചയായിട്ടും റിവാർഡ് ചെയ്യുന്ന സ്പീഡ്, മെമ്മറി, ആക്യുറസി, എൻഡ്യൂറൻസ്, പ്രഷറിൽ നമ്മുടെ പെർഫോമൻസ്, ഇത് തീർച്ചയായിട്ടും വാല്യൂബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് തന്നെയാണ്. മെഡിസിൻ ഇത് അത്യാവശ്യമാണ്, പക്ഷെ അത് മാത്രമാണോ? നമുക്ക് കമ്പാഷൻ 4 ഓപ്ഷനിൽ മെഷർ ചെയ്യാൻ പറ്റുമോ? എമ്പതി ഒരു OMR ഷീറ്റിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുമോ? ലീഡർഷിപ്പ് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുമോ 3 മണിക്കൂറിൽ? ആക്ച്വലി പല കൺട്രീസും ഈ പ്രശ്നത്തിനെ ട്രീറ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. ചില ആളുകൾ ഇന്റർവ്യൂസ് ഉപയോഗിക്കും, ചില ആളുകൾ കമ്മ്യൂണിക്കേഷൻ ഒബ്സർവ് ചെയ്യും, ചില ആളുകൾ എത്തിക്കൽ റീസണിംഗ് ടെസ്റ്റ് ചെയ്യും, ചില ആളുകൾ ലോങ് ടേം അക്കാഡമിക് പെർഫോമൻസ് നോക്കും. ഇവരാരും ഒരു പെർഫെക്റ്റ് സിസ്റ്റം ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടില്ല. കാരണം ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്കില്ലല്ല, ഇതൊരു മൾട്ടി സ്കില്ലാണ്. ഓരോ പേഷ്യന്റും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഓരോ ഡോക്ടറും ഒരു ഡിഫറെന്റ് ആളായാൽ മാത്രമേ ആ ഡിഫറെന്റ് ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മളെ തിരിച്ചുകൊണ്ടുവന്ന സെയിം ക്വസ്റ്റ്യനിലേക്കാണ്. മെഡിസിൻ ഇത്രയും ഒരാളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ സെലക്ട് ചെയ്യുന്നത്? ഇവിടെയാണ് ഒരു ഡോക്ടറിന്റെ ജേർണി തുടങ്ങുന്നതെങ്കിൽ നമ്മൾ റീഡിസൈനും ഇവിടെ നിന്ന് തന്നെയല്ലേ തുടങ്ങേണ്ടത്? നമ്മൾ ഈ ജേർണിയിൽ ത്രൂ ഔട്ട് പറഞ്ഞു ഇവിടെ എന്താണ് ബ്രോക്കൺ ആയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ പിന്നും തെറ്റായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചെങ്കിലോ? ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിനെ റീഡിസൈൻ ചെയ്യാനായിട്ട് ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എവിടെയായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്? കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് സിസ്റ്റത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പാരന്റ്സ് സഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് കുട്ടികൾ സഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് കറപ്ഷൻ സർവൈവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഡോക്ടേഴ്സ് നമ്മുടെ നാട് വിട്ട് പുറത്തേക്ക് പോകുന്നു, നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മാത്രം ഇനഫ് ആയിരിക്കത്തില്ല. കാരണം അടുത്ത 24 മണിക്കൂർ എല്ലാ കോൺസിക്വൻസും, എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ ക്രിറ്റിസിസവും നമ്മളാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ലോ നമ്മൾ ചേഞ്ച് ആക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ റീഫോമിനെ നമ്മൾ ചേഞ്ച് ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തരത്തിലുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മുടെ ഇന്ത്യ ക്രിയേറ്റ് ചെയ്യേണ്ടത്? കാരണം എല്ലാ ഗ്രേറ്റ് ആയിട്ടുള്ള സിസ്റ്റവും തുടങ്ങുന്നത് ക്ലാരിറ്റി എന്നാണ്. കാരണം നമ്മളൊരു സാധനം ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ബിൽഡ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റിനെ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻസിനെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, റെഗുലേഷൻസിനെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, അഡ്മിഷൻസിനെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി ഡിസൈഡ് ചെയ്യണം നമുക്ക് എങ്ങനെയാണ് സക്സസ് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഓരോ പോളിസിയും നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം
ഉത്തരം കണ്ടുപിടിക്കണം. നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന പോളിസി ഒരു ഗ്രേറ്റ് ഡോക്ടറിനെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. കാരണം നമ്മൾ ഈ പോളിസി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളുള്ള പോളിസിനെ സ്റ്റെബിലൈസ് ചെയ്യണം. നമ്മൾ റീഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള സിസ്റ്റത്തിലെ ട്രസ്റ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. കാരണം നമ്മുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും പോയിന്റ് ചെയ്യുന്ന ഒരേ ട്രൂത്തിലേക്കാണ്. നമ്മുടെ സിസ്റ്റം ആക്ച്വലി ലീക്ക് ആവുകയാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി തോന്നുന്നു ഒരു സിസ്റ്റവും സർവൈവ് ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ഫൗണ്ടേഷൻ വീക്ക് ആണെന്നുണ്ടെങ്കിൽ. നമ്മുടെ സിസ്റ്റത്തിൽ ട്രസ്റ്റ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ആക്ച്വലി 3 ഡയറക്റ്റീവ്സ് കണ്ടുപിടിച്ചു. ആദ്യത്തത്, അഡ്മിഷൻസിൽ ട്രസ്റ്റ് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഒരു ട്രാൻസ്പാരന്റ് സിസ്റ്റം, ഒരു അലോക്കേഷൻ, ഈ പറയുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ട്രാൻസ്പാരന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം. ഓൺലൈൻ വരുന്ന എല്ലാവർക്കും അത് കാണാൻ പറ്റണം. ഈ പ്രോസസ്സിനെ ടാമ്പർ ചെയ്യുന്ന എന്തും ആരും അവരെ നമുക്ക് ബാൻ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഉദ്ദേശം ഒരിക്കലും പണിഷ്മെന്റ് അല്ല, നമ്മുടെ ഉദ്ദേശം ട്രസ്റ്റ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ വെരിഫിക്കേഷനിൽ ട്രസ്റ്റ് റീസ്റ്റോർ ചെയ്യാൻ പറ്റണം. ഈ സീറ്റ് അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഉണ്ടാക്കിയത് അവർക്ക് തന്നെ ആക്ച്വലി ഇത് പോകാനായിട്ടുള്ള സിസ്റ്റം നമ്മൾ റീബിൽഡ് ചെയ്യണം. വെരിഫിക്കേഷൻ എപ്പോഴും നടക്കേണ്ട എവിഡൻസിന്റെ ബേസിലായിരിക്കണം, ഇൻഫ്ലുവൻസിന്റെ ബേസിലല്ല. ഓരോ അലോക്കേഷനും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഡൊമൈനിൽ ആർക്ക് വേണോ നോക്കാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിരിക്കണം. ആളുകളുടെ പേര് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ ഡേറ്റ വിസിബിൾ ആയിരിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ ഏറ്റവും വലിയ ഫോം ഓഫ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം, ഇരുട്ടായിരിക്കുന്ന ഈ സിസ്റ്റത്തിൽ കുറച്ച് വെളിച്ചം വരുന്നതാണ്. ഈ പ്രോസസ് എത്രത്തോളം ട്രാൻസ്പാരന്റ് ആവുന്നു അത്രത്തോളം ട്രസ്റ്റ് നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏതൊരു സിസ്റ്റവും പ്രോപ്പർ ആയിട്ട് ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്യുന്ന ആളുകളുടെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റ് വർത്തിനെസ്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. കാരണം റെഗുലേഷൻസിന് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വാസം നമുക്ക് ആക്ച്വലി വിൽക്കാൻ പറ്റും. ആൻഡ് അത് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. മൂന്നാമത്തെ ഡയറക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ റെഗുലേഷൻസിൽ ട്രസ്റ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ സിസ്റ്റത്തിനെ ഗാർഡ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓരോ ഇൻസ്പെക്ഷനും ആക്ച്വലി ഒരു ഡിജിറ്റൽ ട്രെയിൽ കീപ്പ് ചെയ്യാൻ പറ്റണം. ഇന്ത്യയിൽ നടക്കുന്ന ഓരോ അപ്രൂവലും നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റണം. ഇതിനെ വയലേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ ചീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആക്ച്വലി ചീറ്റിംഗ് വഴി കിട്ടാവുന്ന ലാഭത്തിനെയും കാട്ടി കൂടുതൽ നഷ്ടം അവർക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഈ പ്രോസസ്സ് അവർ വയലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ വയലേഷനും ആക്ച്വലി കോൺസിക്വൻസുകൾ ഉണ്ടായിരിക്കണം. ഈ സിസ്റ്റത്തിനെ ചീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചീറ്റ് ചെയ്താൽ കിട്ടാവുന്നതിലും കൂടുതൽ ദോഷങ്ങൾ അവർ ചീറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആക്ച്വൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പിന്നും പണിഷ്മെന്റ് അല്ല, ഇത് ആക്ച്വലി ഒരു ലൂസിംഗ് ബിസിനസ് മോഡലായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. ഈ 3 ഡയറക്റ്റീവ്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ ലീക്ക് എല്ലാം നമ്മൾ ഒട്ടിച്ച് പ്രോപ്പർ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ സിസ്റ്റത്തിന് ഇനി ആക്ച്വലി ശ്വാസം എടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 29 ഒരു ബുധനാഴ്ചയാണ്. ആക്ച്വലി ലോക്സഭയിൽ ഈ ബില്ല് ഇന്ന് പാസ്സായിട്ടുണ്ട്. ഇനി ആക്ച്വലി രാജ്യസഭയിലും പ്രസിഡന്റിന്റെ സിഗ്നേച്ചറും കൂടെ മാത്രം മതി ഈ ബില്ല് പ്രാവർത്തികമാവാൻ. പക്ഷെ എന്നാലും നമ്മൾ ഈ ലീക്ക് സീൽ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ വർക്ക് തുടങ്ങാൻ പോകുന്നത്. ഗ്രേറ്റ് ആയിട്ടുള്ള നേഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രോക്കൺ സിസ്റ്റത്തിനെ ഫിക്സ് ചെയ്തുകൊണ്ടല്ല, പുതിയ സിസ്റ്റത്തിനെ റീഡിസൈൻ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഈ സിസ്റ്റത്തിൽ മെമ്മറി പോലെ തന്നെ ക്യൂരിയോസിറ്റിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യല്ല, അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ സിസ്റ്റത്തിൽ പേപ്പർ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് അതിനെ കുറയ്ക്കുകയാണ്. ഈ സിസ്റ്റത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് തോന്നണം സിസ്റ്റം ആക്ച്വലി ഫെയർ ആണ്. ഈ സിസ്റ്റത്തിൽ നമ്മൾ പിന്നും തിരിച്ചു കൊണ്ടുവരികയാണ്. ഡോക്ടർ എന്ന് പറയുന്ന ആളുകളെ സർവ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുകയാണ്. കാരണം ഏറ്റവും വലിയ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യണം. ഒരു ബ്രോക്കൺ സിസ്റ്റവും പെർമനന്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന എല്ലാ സിറ്റിസണും ഇത് ബാധകമാണ്. ഒരു ഇൻഡിവിജ്വലിനെ നമ്മുടെ നാടിനെ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ജനറേഷൻ വിചാരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ പേഷ്യന്റും ഡിസർവ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെയാണ്. ആൻഡ് എല്ലാ ഗ്രേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡിസർവ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ള സിസ്റ്റത്തിനെയാണ്. ചിലപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ വളരെ കുറച്ച് മെഡിക്കൽ സീറ്റേ ഉള്ളെന്നുള്ളതായിരിക്കാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുന്ന ഒരു സൊസൈറ്റി കൂടി ആയിക്കൂടെ? ജീവിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ജീവിതത്തിന് മാത്രമേ റെസ്പെക്റ്റ് ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് ഒരാളുടെ മിസ്റ്റേക്ക് ആണെന്ന് വിശ്വസിക്കുന്ന ആയിക്കൂടെ? ഗവൺമെന്റ്സ് മാറും, ഒപ്പോസിഷൻ മാറും, മിനിസ്റ്റർ മാറും, ഹെഡ്ലൈൻസ് മാറും, പക്ഷെ സിസ്റ്റം പിന്നും ഒരേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്കവും അതേപോലെ തന്നെ ആയിരിക്കും. പവറിലുള്ള ആളുകൾ നാച്ചുറലി അവരുടെ പവർ പോകാതിരിക്കാൻ വേണ്ടി അതിനെ ഡിഫെൻഡ് ചെയ്യും. പവറിലില്ലാത്ത ആളുകൾ സിസ്റ്റത്തിലെ ഫ്ലോസ് പോയിന്റ് ഔട്ട് ചെയ്യും. ഇതിന്റെയൊക്കെ നടുക്ക് നിൽക്കുന്ന നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഫെയർ ചാൻസ് കിട്ടുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ മാച്ച് ആയിട്ട് എഴുതി കളയാൻ പറ്റില്ല. ഒരു സൈഡ് ജയിക്കുന്നു, ഒരു സൈഡ് തോക്കുന്നു. പനി വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരും ചോദിക്കത്തില്ല നിങ്ങൾ ആർക്ക് വേണ്ടിയാ വോട്ട് ചെയ്തതെന്ന്. ഒരു പേഷ്യന്റ് ഐഡിയോളജി എന്നൊരു പ്രശ്നമൊന്നുമല്ല. ഐസിയുന്റെ പുറത്തേക്കുന്ന ഒരു ഫാമിലി പൊളിറ്റിക്സിനെ പറ്റിയൊന്നുമല്ല ചിന്തിക്കുന്നത്. അവരുടെ വിശ്വാസം ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടറായിരിക്കും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്നത്. കാരണം മെഡിസിൻ അറ്റ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഓഫ് ഹീലിംഗ് ആണ്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് റിഫ്ലക്ട് ചെയ്യണം. കാരണം ഇത് ഗവൺമെന്റും ഓപ്പോസിഷനും തമ്മിലുള്ള ഒരു ഫൈറ്റോ കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു തീരുമാനമാണ്. എന്ത് തരത്തിലുള്ള കൺട്രീനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ലൈഫ് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്, ഈ തീരുമാനമാണ്. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.